നാളെ മോളുടെ 18ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഗ്ലിറ്ററിങ് പേപ്പറൊക്കെ ചുമരും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുഴുവൻ വീഡിയോ നാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പുറത്ത് പോയി കുറച്ചൊക്കെ കടകളിലൊക്കെ കയറി ഓരോന്നൊക്കെ വാങ്ങി. പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് റിലാക്സ് ഹോട്ടലിൽ കയറി. റിലാക്സ് ഹോട്ടൽ എല്ലാവർക്കും അറിയാവുന്നതാവും. ഇരിങ്ങാലക്കുടത്തെ ഒരു ഫേമസ് ഹോട്ടൽ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയാണ് കയറാറുള്ളത്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയ കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹോട്ടലിൽ. അപ്പോൾ കയറിയ പാടെ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിപ്പാണ് കേട്ടോ. ആദ്യം തന്നെ ലോലിപോപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലോലിപോപ്പ് വന്നു. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു കുറച്ച് നേരം കേട്ടോ. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഫിഷ് മസാലയും പൊറോട്ടയാണ് ഞാനൊക്കെ ഓർഡർ ചെയ്തത്. മോള് പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തു. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഫിഷ് മസാല കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇക്ക പൊതുവേ ഹോട്ടലിൽ നിന്ന് ഫിഷ് കഴിക്കാറില്ല, ഞാൻ കഴിക്കുള്ളൂ. ഫിഷ് കറി മീൽസൊക്കെ ഞാൻ തന്നെ മേടിക്കാറുള്ളൂ. അപ്പോൾ ഇക്കാക്ക് ഫിഷ് ഐറ്റംസ് തീരെ ഇഷ്ടമാവാറില്ല ഹോട്ടലിലത്തെ. പക്ഷേ ഇതെന്താ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല വായിക്ക് നല്ല എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫിഷ് മസാല ഐക്കൂറ ഫിഷ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പം ഞാനും കഴിച്ചൊരു പൊറോട്ട. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാനും ഒരു പൊറോട്ട ഒക്കെ കഴിക്കാറുണ്ട്. വല്ലപ്പോഴല്ലേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഓരോന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നേരം പോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കണ്ടില്ല, ഞങ്ങളുടെ പ്ലേറ്റൊക്കെ കാലിയായി. ഫിഷ് കറിയൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്ത് കിടന്നു. അപ്പോൾ അവിടെ കബാബ് മസാലയൊക്കെ പറ്റി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരോട് അതിൻ്റെ റേറ്റൊക്കെ അറിഞ്ഞു. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സൺഡേസിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബൊഫേ ആണ്. 150 രൂപയാണെന്നുണ്ട് ഒരാൾക്ക്. അങ്ങനെ ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നില്ല, പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഇനി കടകളിലൊന്നും കയറാനൊന്നുമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് ബലൂൺസൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ നാളെ മോൾ ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.